അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ വെച്ച് ടി വി ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ കവർ ഉരിയതിന് ശേഷം അതിൻ്റെ ഈ കാണുന്ന 4 സ്ക്രൂകൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ പാനൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് 40 പിന്നിൻ്റെ വരുന്നത് കേട്ടോ. ഏകദേശം ഈ പൊസിഷനിലായിട്ട് വരും. നമ്മളവിടെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഒന്നില്ലെങ്കിൽ അവിടെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ ഇരിക്കുന്ന പോർഷൻ. അത് കണക്ടർ അവിടെ വരും. അത് വരുന്ന ഈ വശത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. അപ്പോൾ കണക്ടർ ഒടിയാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ പണ്ട് ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കണക്ടർ ഇങ്ങനെ LVDSൻ്റെ കണക്ടറില്ലേ, അതിൻ്റെ വയർ ഇങ്ങനെ അവിടെ ഉരഞ്ഞ് പൊട്ടിയായിരുന്നു. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പുറത്തേക്കൂടെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടെ എടുക്കാവുന്നതാണ്. ആ നടുക്ക് നിങ്ങൾ ആ ഡെല്ലിൽ നിന്ന് എഴുതിയ വശത്ത് കാണുന്നുണ്ടല്ലോ, ആ ഹോളിൽ കൂടെ എടുത്ത് LVDS കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ, കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ടെൻഷൻ പോലെ ഇരിക്കും, അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പുറത്തേക്ക് കൂടി ഇട്ട് ചുമ്മാ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഡെല്ലിൻ്റെ ലോഗോയിൽ വെച്ചതിന് ശേഷം അത് കറക്റ്റായിരിക്കും, സെൻറ്ററിലായിരിക്കും. അത് നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഓട്ട അടിക്കാം. ഇവിടെ നിന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഡ്രിൽ ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഓട്ടയുടെ ഗ്യാപ്പ് ഒന്ന് ഫില്ലായി കൊടുക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഓട്ട അടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ട അടിക്കാൻ കേട്ടോ. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇരിക്കുന്നു. ചെറിയൊരു ഡോട്ടുണ്ട്. ഇതാണ് സ്ക്രൂ. ഒന്നില്ലെങ്കിൽ ഇതേപോലത്തെ സ്ക്രൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂകളുണ്ട്. നമ്മളിപ്പോൾ കാണിച്ചു തരാവേ. ഞാൻ ഡിസ്പ്ലേ മൗണ്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും ഇതേപോലത്തെ ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂകളാണ് ഉപയോഗിക്കുന്നത്. ഈ ഹോളിൻ്റെ ഈ അറ്റമൊന്നും വലുതാക്കണം. സ്ക്രൂവിൻ്റെ ആ തലഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വൈറ്റ് മാർക്ക് ഇപ്പോൾ സ്പോട്ട് പോലെയൊക്കെ വരും. അപ്പോൾ ആ ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിനേക്കാളും നല്ലത് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ആണ്. നമ്മളിപ്പോൾ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഇട്ട് നമ്മുടെ ആ പെട്ടിയിലേക്ക് ഇറക്കി വെക്കാം. ബാക്കിൽ കാണുന്ന ആ നമ്മുടെ ടിവിയുടെ ബോർഡിൻ്റെ ബോക്സിലേക്ക് ഇറക്കി വെക്കാം. ഇതാണ് ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ. ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നത് കാണാനില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് വെച്ച് ഉണ്ടാക്കിയിട്ട് മുറിച്ച് കളയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഒക്കെ സ്ക്രൂ കിറ്റ് വാങ്ങിച്ചാൽ മതിയാവും. ടി വി ഉണ്ടാക്കാനും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ DIY പ്രൊജക്റ്റിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തുല്യ അളവിലുള്ള 2 സ്ക്രൂകൾ എടുത്തതിന് ശേഷം നമ്മളത് കണ്ട ഇത്ര നീളമുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല ശരിക്കും. ഒരു 1/2 ഇഞ്ചിൻ്റെയൊക്കെ സ്ക്രൂ മതി. ഇതൊരു 1 ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ്. അപ്പോൾ അത് കണ്ടോ, അത് ചേർന്ന് നല്ല ഫ്ലാറ്റായിട്ട് ഇരിക്കുന്നുണ്ട് സർഫസിലേക്ക്. അപ്പോൾ നമ്മൾ TVയിൽ ടച്ച് ഒന്നും ആവില്ല, ടിവിയുടെ LCDയിൽ ടച്ച് ആവില്ല. കേട്ടോ, ഇത് ചേർന്നിരിക്കുന്നതായിട്ട് നന്നായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ A to Z നമ്മൾ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്നൊരു വീഡിയോ കേട്ടോ. ഒരുപാട് പേരുടെ കയ്യിൽ ഇതേപോലെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനൊക്കെ ചുമ്മാ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് മിക്കതും 40 പിന്നായിരിക്കാനാണ് വഴി. ഒരു 2012, 2013 തുടങ്ങിയുള്ള കാലഘട്ടങ്ങൾ മുതൽ ഇങ്ങനത്തെ ഡിസ്പ്ലേകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ. പഴയ ലാപ്ടോപ്പുകളിലൊക്കെ ഇതുണ്ട്. സാംസങ്, അതുപോലെ തന്നെ തോഷിബ, ഡെൽ, HP, അതുപോലെയുള്ള LGയുടെ ഡിസ്പ്ലേക്കാണ് ഇതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് TV ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മളപ്പോൾ ആ സ്ക്രൂവിൻ്റെ ഹെഡ് ഇതേപോലെ നമ്മൾ ആ ഹോളിൽ കൂടി ഇട്ട്, ആ ഹോൾ ചിലപ്പോൾ ചെറുതായിരിക്കും, ഒന്നും പൊടിക്ക് വലുതാക്കി കൊടുക്കുക. നിങ്ങളതിൽ ചെറിയ മിനി ഡ്രില്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈ കൊണ്ട് പ്ലെയർ വെച്ച് എന്തെങ്കിലും ചെറിയ നോസ് പ്ലെയർ വെച്ച് അതൊക്കെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ ഹോൾ വലുതാവും. നമ്മുടെ ആ സ്ക്രൂ കറക്റ്റായിട്ട് കയറി ഇരിക്കുകയും ചെയ്യും കേട്ടോ. വാഷർ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രഷർ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പുറത്തെ സൈഡിൽ വാഷർ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പുറത്തെ ഡിസ്പ്ലേയുടെ സെക്ഷനിൽ സ്ക്രൂ നല്ല രീതിയിൽ ചേർന്നിരിക്കും. ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഡ്രൈ ചെയ്യാനും വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്പീഡാക്കണം. സ്ക്രൂ ഇടുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അളവിനായിട്ട് നമ്മുടെ ബോർഡിൽ ടച്ച് ചെയ്യേണ്ട ആ സ്ക്രൂ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ്. നമ്മുടെ മദർ ബോർഡ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് TVയുടെ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മദർ ബോർഡിൻ്റെ കിറ്റിൻ്റെ കൂടെ നമ്മൾ ഇത് മേടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പട്ട മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും അതിൻ്റെ ഒരു ക്യാപ്പും വരുന്നുണ്ട്. പിന്നെ ചില കേസുകളിൽ ഇതിൻ്റെ അടിയിൽ വരുന്ന നമ്മുടെ ആ പോർട്ടുകൾ വരുന്ന സെക്ഷൻ മാത്രമേ കിട്ടാറുള്ളൂ. അത് TVയിൽ കൂടുതൽ ആഡ് ചെയ്യുന്നതാണ്. കട്ട് ചെയ്ത് കളഞ്ഞ TVകളിൽ വെക്കാനാണ്. അത് കണ്ടോ. അപ്പോൾ സ്ക്രൂ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. നല്ല എക്സസൈസ് വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. ഇങ്ങനെ ഒരു പട്ട വെച്ചാണ് നമ്മളിത് അടച്ച് കളയുന്നത്.
നല്ല നീറ്റായിട്ടിരിക്കും ടി വി. ഇത് നമുക്ക് എലിവേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ പഴയ മോണിറ്ററിൻ്റെയൊക്കെ ബേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ മോണിറ്റർ പോലെയൊക്കെ ഉപയോഗിക്കാം, ഹൈറ്റൊക്കെ കൂട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സസ് വരുന്നൊന്ന് കട്ട് ചെയ്തെടുക്കണം. ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ കട്ടറില്ല എന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ അഴിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് കട്ട് ചെയ്യാം. നമ്മളപ്പോൾ ഇതൊരു സപ്പോർട്ടിന് വേണ്ടി അതുമ്പോൾ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണേ. അങ്ങനെ ചെയ്യുമ്പോൾ റിസ്ക്കാണ്, നോക്കിയാൽ കണ്ട് ചെയ്യുക. പിള്ളേരൊന്നും ഇത് ചെയ്യാതിരിക്കുക. സ്ക്രൂ ആക്സോ ബ്ലേഡ് വെച്ച് മുറിച്ചതിന് ശേഷം തിരിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മളിത് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അത് അങ്ങനെ തിരിച്ച് ഷാർപ്പാക്കിയതിന് ശേഷം അവിടെ നമ്മൾ കുറച്ച് പഞ്ഞി വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേയുടെ ആ സ്ക്രൂ നന്നായിട്ട് പിടിച്ചിരിക്കും. അതിന് ശേഷം അവിടെ ഫെവിക്വിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പഞ്ഞിമേൽ ഫെവിക്വിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹാർഡനാവും. അതിൽ നിന്ന് കുറച്ച് ഫ്യൂംസ് വരും. പ്രത്യേകിച്ച് ഇത് അടച്ചിട്ട മുറിയിൽ ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ദോഷവശം അതുപോലെ തന്നെ പ്ലസ് പോയിൻ്റ് എല്ലാം പറഞ്ഞിട്ട് എല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫെവിക്വിക്ക് ഒട്ടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ, ബേക്കിംഗ് സോഡ, അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കല്ല് പോലെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഒട്ടി കിട്ടും കേട്ടോ. ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാത്തുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പക്ഷേ അതിൽ നിന്ന് വരുന്നതെല്ലാം ഹാംഫുള്ളായിട്ടുള്ള ഫ്യൂംസാണ്. അത് കണ്ണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കണ്ണ് നല്ല റെഡ് കളറാവും. ശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അതേ നമ്മളിത് ശ്രദ്ധിച്ച് പതുക്കെ മുറിച്ചെടുക്കുവാണേ. വീഡിയോവും ഇതും കൂടി ഷൂട്ട് ചെയ്യാനെടുത്തിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാം പ്രത്യേകം ചെയ്യാണ്. അത് ഏകദേശം മുറിഞ്ഞ് വീഴാൻ പാകത്തിലായപ്പോൾ പ്ലെയർ വെച്ച് നമ്മൾ ഓടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ആ വീഡിയോ ഒന്ന് സ്പീഡാക്കിയാണ്. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു ടി വി വേണമെന്നുള്ളവർ നിങ്ങളുടെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മളെ കമൻറ്റ് പിക്കർ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഇതേപോലെ ഒരു ടി വി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ ടി വി അല്ല, ഇതിപ്പോൾ നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യാൻ എടുക്കുകയാണ്. ഇതേപോലെ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പേര് കമൻറ്റായിട്ട് ഇടണേ. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫെവിക്വിക്കോ അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂവോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ അറാൾഡേറ്റ് തേക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അറാൾഡേറ്റ് ഇൻസ്റ്റൻറ്റ് മേടിക്കരുത്, സ്ലോ ക്യൂറിങ് ഉണ്ട്. അത് മേടിച്ചിട്ട് നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുത്താൽ മതി. അത് ആയിരിക്കും ഇത്തിരി ബെറ്റർ. നല്ല സ്ട്രെങ്ത്തും ഈടും നിൽക്കും. നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഈ പഞ്ഞിയാണ് ഇത്തിരി കൂടി സേഫായിട്ട് എനിക്ക് തോന്നിയത്. ഫ്യൂംസൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ആ പഞ്ഞി അതുകൊണ്ടാണ് വെച്ചേട്ടോ. നിങ്ങൾക്ക് അപ്പക്കാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം. ഇത് മാത്രമല്ല, എല്ലാ പ്രൊജക്റ്റുകൾക്കും അത് ഒട്ടിക്കാം. അങ്ങനെ അപ്പക്കാരം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട്, അതായത് ഇറുപ്പായിട്ട് കോൺടാക്റ്റ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ പെയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അറാൾഡൈറ്റ് പോലത്തെ എന്തെങ്കിലും കോട്ടിങ് എന്നുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ സ്വിച്ച് വെക്കുന്ന ഹോള് കറക്റ്റല്ല. ഇത് വേറെ ഏതോ ബോർഡിനെയാണ് അവർ തന്നേക്കുന്നത് നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് മുകളിൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഹോൾ അടിക്കാൻ കേട്ടോ. ആ ഹോൾ അടിച്ച് വെക്കുകയാണ് പരിപാടി കഴിഞ്ഞ്. ഇപ്പോൾ ഈ ഹോൾ അടിക്കുമ്പോൾ ഇത് ശരിയാവുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുവാണേ. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കി വന്നപ്പോൾ അതിനകത്തുള്ള ഒരു ഹോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ആലോചിച്ചത് ഒരു ഹോൾ അതിനകത്ത് എടുത്തിട്ട് മറ്റൊരു ഹോൾ ഡ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതൊന്നും നടക്കണില്ല. അപ്പോൾ നമ്മൾ പുതിയ ഹോൾ അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനവിടെ ഹോൾ അടിച്ചിട്ട് ഇതേപോലെ ബോർഡ് മുകളിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം. കണക്ടർ ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ ഉള്ളിലേക്ക് ഇടാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതേ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഞാനവിടെ ഡ്രില്ലടിക്കണേ. ആ വീഡിയോ ഒന്ന് സ്പീഡാക്കണേ. ഡ്രില്ലടിക്കുന്ന കാര്യങ്ങളൊക്കെ കോമൺ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നമ്മളതൊന്നും കാണിക്കുന്നില്ല, വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ഡ്രില്ലൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ബാക്കി വീഡിയോ കാണാം. അതേ ഡ്രില്ലടിച്ച് 2 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച സ്ക്രൂ ഇട്ട് നമ്മൾ ഇതിൻ്റെ കൺട്രോൾ ബോർഡ് നമ്മളവിടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ റിമോട്ടിൽ ഓൺ ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഈ ബോർഡിലുള്ള ഓൺ ഓഫ് സ്വിച്ചും മെനു ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ട്യൂൺ ചെയ്യാം ഇത്. അപ്പോൾ നമ്മളത് സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 സ്ക്രൂ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ബോർഡെല്ലാം വെച്ച് കൊടുക്കുന്നതിനകത്തേക്ക്. നല്ല ഹാർഡായിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബോഡിയാണ് ഇതിന്, വലിയ പ്രശ്നമില്ല. അപ്പോൾ അതേ നമ്മൾ ബാക്കി പണി തുടങ്ങിയേക്കണം. ഇത് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറോടെ ഇരുന്ന് ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഇത് ഉണ്ടാക്കാൻ വേണം. അപ്പോൾ 2 കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതാണ് LVDS കേബിൾ കേട്ടോ. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കുക. LVDS കേബിൾ പല ടൈപ്പിലുണ്ട്. 30 പിന്നിൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ 40 പിന്നിൻ്റെ തന്നെ 6 ബിറ്റ് വരുന്നുണ്ട്, 8 ബിറ്റ് വരുന്നുണ്ട്. നമ്മൾ കോമൺ ഇവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 6 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് 6 ബിറ്റിൻ്റെ LVDS കേബിൾ ഉപയോഗിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഡിസ്പ്ലേ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. ബിറ്റിൻ്റെ കേബിളാണ് നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ ഡിസ്പ്ലേ ഓവർലാപ്പിങ് കാര്യങ്ങൾ എഴുത്തൊന്നും കറക്റ്റ് ആയിരിക്കില്ല. LVDS കേബിൾ ബോഡി കണക്ട് ചെയ്യുമ്പോൾ പ്ലസ് നോക്കി കണക്ട് ചെയ്യണം കേട്ടോ.
5 എന്ന് എഴുതിയേക്കുന്നതിലിട്ട ഒരു ജമ്പറാണ് കിടക്കുന്നത്. 5 വോൾട്ട് പാനലാണെങ്കിലാണ് 5 വോൾട്ടിൽ ഇടേണ്ടത്. നമ്മൾ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് 3.3 അല്ലെങ്കിൽ 3 വോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, അതിനകത്തേക്ക് മാറ്റിയിടാം. പിന്നെ 12 വോൾട്ടിൻ്റെ വരുന്നുണ്ട്. അത് വലിയ ടി വിയുടെ പാനലൊക്കെ വരുമ്പോഴാണ് 12 വോൾട്ടിലേക്ക് മാറ്റിയിടേണ്ടത്. സാംസങ്ങിൻ്റെ ഒക്കെ ചില മോണിറ്ററെല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇടുമ്പോഴാണ് നമ്മൾ 12 വോൾട്ടിലേക്ക് മാറ്റേണ്ട ആവശ്യം വരുള്ളൂ. ഇതേ റിമോട്ടിൻ്റെ കണക്ടർ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണക്ഷനൊക്കെ പിന്നെ കാണിക്കാം. ഇതേ ഇപ്പോൾ എൻ്റെ ഇടത് വശത്ത് തള്ളവിരലിൻ്റെ അടുത്തിരിക്കുന്നത് അത് ബാക്ക് ലൈറ്റിൻ്റെ കണക്ടറാണ് കേട്ടോ കാണുന്നത്. പിന്നെ മാത്രമല്ല, നിങ്ങൾ LVDS കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പിന്നെ റെഡായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും, അവിടെ റെഡ് കണക്ടർ വരണം. തിരിച്ചു കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയുടെ കാര്യം പോകാം. വേണമെങ്കിൽ ഇത് സ്ക്രൂ ഒക്കെ ഇട്ട് പിടിപ്പിക്കാം. നമുക്ക് ഈ മദർ ബോർഡ് ആണെങ്കിൽ നമുക്കൊരു 2 ചെറിയ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ പിടിപ്പിക്കാം. ഞാനപ്പോൾ ആലോചിക്കുന്നത് ഇതിലേ കട്ട് ചെയ്ത് ഇറക്കാനാണ്. നമ്മുടെ IR സെൻസറിൻ്റെ കേബിളും അതുപോലെ തന്നെ LVDS കേബിളും താഴെ കൂടി ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് പിന്നെ ഒരു തുണിയിൽ റാപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യുന്നൊരു മെറ്റീരിയലുണ്ട്, അത് വെച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു ടെമ്പററി സെറ്റപ്പിൽ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ IRൻ്റെ ആ കേബിൾ വരുന്നത് കേട്ടോ. ഇതവിടെ കണക്ട് ചെയ്തിട്ട് IRൻ്റെ ഈ സംഭവം മാത്രം, ആ കണക്ഷൻ മാത്രം നമ്മൾ അതിൻ്റെ കൂടി എടുത്തിട്ട് താഴേക്ക് കൊണ്ടുപോവുകയാണ്. അത് രണ്ടും, LVDS കേബിളും IRും. ഡിസ്പ്ലേയുടെ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് നമുക്ക് IR സെൻസറിൻ്റെ അറ്റം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ കൂടെ നമുക്ക് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ IR സെൻസർ ഓപ്പറേറ്റ് ചെയ്യാനും ഫ്രണ്ടിൽ തന്നെ വേണമെന്നാണ്. അതായിരിക്കും നമുക്ക് ഇത്തിരി ഈസി. അപ്പോൾ അത് ഇങ്ങനെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടിലേക്ക്. കണ്ടോ, അധികം നമ്മൾ അതിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ തിക്നെസ് വരുന്നതുകൊണ്ടാണ് കേബിളുകൾ മാക്സിമം പുറത്തേക്ക് കൂടി ഇടാൻ സാധിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പണ്ടൊരെണ്ണം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടെ തന്നെ ഡിസ്പ്ലേയുടെ അടിയിൽ കൂടെ എല്ലാ കേബിളും എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേയുടെ സെൻറ്റർ പോർഷൻ ഒന്ന് ബൾജായിട്ട് വരുന്നു. പിന്നെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ വൈറ്റ് മാർക്ക് സ്പോട്ട് പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കേബിൾ പുറത്തേക്ക് കൂടി എടുക്കണേ. അങ്ങനെ സ്പോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷ്വലൊക്കെ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. വേറൊന്നുമല്ല, അതിൻ്റെ റിഫ്ലക്ടറൊക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഉള്ളിൽ ആ ഷീറ്റുകളൊക്കെ ഡാമേജ് പറ്റുമ്പോഴാണ് ഈ വലിഞ്ഞ പോലെയൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ഉണ്ടാക്കുന്ന ഡാമേജൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു വൈറ്റ് സ്പോട്ട് പോലെയൊക്കെ വരുന്നത് ഡിസ്പ്ലേയിൽ. അപ്പോൾ നമ്മൾ മാക്സിമം വെള്ളമൊക്കെ വീഴാത്ത രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്താൽ നോക്കാം. ഈ കൂടെ വരുന്ന ബോക്സിന് വരെ നിങ്ങൾക്ക് നല്ല PVC ബോക്സ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതിങ്ങനെ ഇട്ട് അടച്ചു വെക്കാനാണ് പരിപാടി. അപ്പോൾ ഈ കേബിളുകൾ പോണ സ്ഥലത്തേക്ക് കട്ട് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യണേ. അത് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. ഇതേപോലെ കട്ടർ ഉപയോഗിച്ച് മുറിക്കുക അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് മുറിക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കണം. വേറെ ഒന്നുമില്ല, ഇതൊക്കെ കോമൺ നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ നിങ്ങൾ ചെയ്തോളാം. ഈ കണക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കി കണ്ടും കറക്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ ചെയ്തോളാം. നിങ്ങൾക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്, നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്നത് എൻ്റെ പോലെ ഇരിക്കില്ല. നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല മെറ്റീരിയൽസൊക്കെ കിട്ടും. അതുപോലെ PVCയുടെ നല്ല ബോക്സൊക്കെ കിട്ടുകയാണെങ്കിൽ അതുപോലെ നല്ല ഭംഗിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്നൊരു മോഡൽ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണക്ഷൻ. ഇനി നമുക്ക് ആ LVDS കേബിൾ പോകുന്ന പോർഷൻ താഴത്തെ അതിലേക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ വീഡിയോ ഒന്ന് സ്പീഡാക്കാം കേട്ടോ. അത് ഇവിടെ മുതലാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഡിസ്പ്ലേയുടെ LVDS കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ്, അതായത് പോസിറ്റീവ് ബോർഡിൽ നിന്ന് വരുന്ന പോസിറ്റീവ്, നമ്മളിവിടെ നോക്കിയതിന് ശേഷം ഫ്യൂസ് വരുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് SMD ഫ്യൂസുകളും മറ്റും കാര്യങ്ങളും കാണാം. അവിടെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ പോസിറ്റീവ് ലൈൻ വരുന്നത്. കണ്ടോ, അത് നോക്കി തിരിച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് അടിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പാനലിൽ കംപ്ലയിൻറ്റ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഇതിങ്ങനെ ഇടണം കേട്ടോ. ആ ക്ലിപ്പ് കറക്റ്റായിട്ട് ലോക്കായിരിക്കും. മറ്റോണം ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ലോക്കാവില്ല. ഒരു ക്ലിപ്പ് ആയ രീതിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഇത് കറക്റ്റായിട്ട് ലോക്കായിട്ടിരിക്കും. മാത്രമല്ല ഈ താഴെയുള്ള ബോർഡിൽ അധികം കളിക്കാതിരിക്കുക. നിങ്ങൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മൾ അഴിച്ച് മാറ്റിയ ലാപ്ടോപ്പിൻ്റെ സ്ക്രൂകളെല്ലാം തിരിച്ചിടുക. അതല്ലെങ്കിൽ റിമോട്ടിൻ്റെ IRും എവിടെയെങ്കിലും ഒരു കോർണറിൽ വെക്കണം. നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ കോർണറിൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഒരു ഹിഞ്ച് വരുമല്ലോ, ആ ഭാഗത്തൊരു കട്ടിങ് പോലെ വരുന്നുണ്ട് ഓൾറെഡി ഇതിൻ്റെ ബോർഡിൽ. അപ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ആ കോർണറിലേക്ക് അത് മാറ്റി വെക്കണേ.
നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം. അടുക്ക് ഒരു സ്ക്രൂ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. അതായത് ഫെവിക്വിക്കല്ല, നമ്മുടെ ഗ്ലൂ വണ്ണിൽ നിന്ന് വരുന്ന ഗ്ലൂ ഇല്ലേ, അത് വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ കോർണറിലേക്ക് വെക്കാനാണ് നമ്മുടെ പ്ലാൻ. സാധാരണ ടി വിയിലൊക്കെ ഒരു കോർണറിലേക്കായിരിക്കും ചില മോഡലിലേക്ക് വരുന്നതല്ലോ. അപ്പോൾ അതേപോലെ നമുക്കിവിടെ ഒരു സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ലാപ്ടോപ്പിൻ്റെ ഹിഞ്ച് വരുന്ന ഇടത്ത് നമ്മൾ വെച്ച് കൊടുക്കണം ഇങ്ങനെ. അപ്പോൾ ഈ ഭാഗത്തൊരു പ്രശ്നമുണ്ട്, ഇതിൻ്റെ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് ഹിഞ്ച് ഒടിഞ്ഞ ഡാമേജ് വന്നൊരു ലാപ്ടോപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കമ്പി കഷ്ണം ഇടത് വശത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് സ്ട്രെങ്ത്തിന് വേണ്ടി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഇത്തിരി പശ വെച്ച് ഒട്ടിച്ച് വെച്ച് കണ്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ സ്വിച്ചുകളും കാര്യങ്ങളും മുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ കണക്ടർ നേരെ ആ കട്ടിങ്ങിലൂടെ കയറി ബോക്സിലേക്ക് പോകും. നമ്മൾ 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. IRൻ്റെ കേബിളും അതുപോലെ തന്നെ LVDS കേബിളിൻ്റെ കേബിളും കൂടി നമ്മൾ ടേപ്പ് അടിച്ച് വെച്ചേക്കണം. ടെമ്പററി ആയിട്ട് വെച്ചേക്കണം. നമ്മൾ ഒന്നില്ലെങ്കിൽ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ റാപ്പ് ചെയ്തതിന് ശേഷം ആറാൾഡേറ്റ് വല്ല എന്തെങ്കിലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹാർഡായിട്ട് സ്ട്രോങ് ആയിട്ട് വിട്ട് വരാതിരിക്കും. ഞാനിവിടെ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത് ഇവിടെ പൊട്ടിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി. അവിടെ ഞാനപ്പോൾ ആറാൾഡേറ്റ് തേച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ പറ്റിയത് നമ്മുടെ റിമോട്ടിൻ്റെ സെൻസർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റും നമുക്ക് അതിനുള്ളിൽ കൂടെ കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാനവിടെ ഇതേപോലെ ടേപ്പ് ഒട്ടിച്ചിട്ട് ആറാൾഡേറ്റ് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഐഡിയ പോലെ ഗ്ലൂ ഗണ്ണിൻ്റെ പശ വെച്ചാലും മതി. LGയുടെ സാംസങ്ങിൻ്റെ ഒക്കെ ടി വി റിമോട്ടുകൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബോർഡ്. ഭൂരിഭാഗം ബോർഡുകളും നമുക്കിതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെ റെസൊല്യൂഷൻ്റെ കോഡുകൾ എത്തിപ്പോയി. അപ്പോൾ ഇതാണ് കോഡുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. നിങ്ങളുടെ ഡിസ്പ്ലേയുടെ ബാക്കിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ റെസൊല്യൂഷനും എത്ര ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നതെന്നൊക്കെ ആ ഇൻഫർമേഷനിലുണ്ടാവും കേട്ടോ. 6 ബിറ്റിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഡുവൽ ചാനൽ 8 ബിറ്റിൻ്റെ കേബിൾ മേടിക്കരുത്. അത് മേടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഒരു ഭംഗിക്കുറവ് അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും കറക്റ്റ് നിങ്ങളുടെ ഡിസ്പ്ലേ എന്താണോ അതിനനുസരിച്ചുള്ള LVDS കേബിൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റേത് ആദ്യം കാണുന്ന 1366x768 ഡിസ്പ്ലേയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് ആണ് LVDS കേബിൾ വാങ്ങിയത്. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേയുടെ വരുന്നത് 40 പിൻ 6 ബിറ്റ് ആണ് ഡിസ്പ്ലേയുടെ LVDS കേബിൾ വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അത് മാറിപ്പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ഔട്ട്പുട്ടും ഭംഗിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് നിൽക്കിയതിന് ശേഷം നമ്മൾ 31,181 നിൽക്കണം കേട്ടോ. ഇൻപുട്ട് നിൽക്കിയതിന് ശേഷം 31,181 അത് ആദ്യത്തെ റെസൊല്യൂഷനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കിയ ശേഷം നമ്മുടെ ഡിസ്പ്ലേ ഓണായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഓഫായിട്ട് ഓണായി വരുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഡിസ്പ്ലേ ഇതേപോലെ നമ്മൾ ഡിസ്പ്ലേ എടുക്കുന്നതും ആണ്. പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല. HDMI എന്ന് എഴുതിയതും അതുപോലെ തന്നെ ഇപ്പോൾ എഴുതിയേക്കുന്നതൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതൊന്ന് ട്യൂൺ ചെയ്യാനുണ്ട്. പാനൽ സെറ്റിങ്സിൽ കയറുന്ന സെറ്റ് ചെയ്യാനുണ്ട്. ഓൾറെഡി 8 ബിറ്റിലായിരിക്കും ഈ ബോർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പാനൽ സെറ്റിങ്സിൽ കയറിയതിന് ശേഷം കണ്ടോ അത് ഓൾറെഡി 8 ബിറ്റ് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ എഴുത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഭംഗിയില്ല. അത് തന്നെ കളറൊക്കെ ഒരു മാതിരി ഇരിക്കുന്നുണ്ട്. 6 ബിറ്റായിട്ട് സെറ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ആവും. അതിനുശേഷം നമ്മൾ ബാക്ക് അടിച്ച് കളയാത്രേ ഉള്ളൂ. ബാക്കി ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഡിസ്പ്ലേ. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് കോമണിൽ നമ്മൾ TV കാണുന്ന രീതിയിൽ വെക്കുമ്പോൾ ആവശ്യമില്ല. ഫ്ലിപ്പ് ചെയ്യുന്നൊക്കെ ചില അഡ്വാൻസ് ഓപ്ഷൻസിനാണ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊന്നും വേണമെങ്കിൽ ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മളിത് നിൽക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കാം. നമ്മുടെ ഡിസ്പ്ലേ റെഡിയാണ്. ഇനി ഇതിനകത്ത് ഓഡിയോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ചെറിയ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. AV ഉണ്ട്, HDMI ഉണ്ട്, PC എന്ന് പറഞ്ഞാൽ VG ആണ്. മീഡിയ USB വഴി നമുക്ക് MP4 അതുപോലെ തന്നെ പാട്ടുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് കൂടി. അതിന് കുഴപ്പമില്ല, നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, റെക്കോർഡ് ഇട്ടിട്ടുണ്ടായില്ല ഫോണിൽ. അപ്പോൾ അതൊന്നും നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ TV ഉണ്ടാക്കിയിട്ട് ഇത് കിടത്തിയിടാൻ പറ്റത്തില്ലല്ലോ, നമുക്കതൊന്ന് ചാരി വെക്കണ്ട. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പിൻ്റെ ഹിഞ്ച് തന്നെയാണ്. ഹിഞ്ചിൻ്റെ ജോയിൻറ്റ് നമ്മൾ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് ചെയ്ത വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ ഇതേപോലെ ഒരു VGA ഡിസ്പ്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ലെങ്ത്തുള്ള പോർഷൻ നമ്മുടെ മോഡത്തിൻ്റെ ആൻറ്റിനയുടെ ആ പ്ലാസ്റ്റിക് ഇളക്കി മാറ്റിയതിന് ശേഷം അതിൽ കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ പഞ്ഞി നിറച്ച് ഫെവിക്ക് വെച്ചൊട്ടിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ സപ്പോർട്ട് റെഡി. അപ്പോൾ അത്രേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട്. അപ്പോൾ കോമൺ എല്ലാവർക്കും ഐഡിയ പോലെയൊക്കെ ചെയ്യുക സപ്പോർട്ട്. അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിക്കാനൊക്കെ കിട്ടും. ചില ക്ലാമ്പ് പോലെയൊക്കെ സെറ്റപ്പൊക്കെ കിട്ടും, അത് വാങ്ങിച്ചിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.